ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അറിയാലോ, നമ്മൾ കടിൽ ഡയറീസിൽ മുമ്പ് പോസ്റ്റ് ചെയ്തതാണ്. എന്തായാലും നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 10 മണിക്കോ 10:30ക്കൊക്കെയാണ്. സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെയൊന്നും നടക്കാറില്ല. പക്ഷേ ആ ഒരു ദിവസം കൊറിയർ വരാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു ഞാൻ പുറത്തു പോയത്. പുറത്ത് പോയപ്പോഴാണ് ഞാൻ കുറേ സാധനങ്ങൾ കണ്ടത്. പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണാതായ പല പല ഐറ്റംസ് ആയിരുന്നു ഇതൊക്കെ. ചില സമയത്തൊക്കെ ഞാൻ വിചാരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എവിടെ പോയി ഇപ്പോഴല്ലേ മനസ്സിലായത്. ഒക്കെ സാധനം പുറത്ത് കിടക്കുമായിരുന്നു. ഞാൻ പണ്ട് വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ കുക്കി കട്ടേഴ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതല്ലാതെ എന്തൊക്കെയാ കിടക്കുന്നുണ്ടായിരുന്നെന്ന് അറിയാം. ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോൾ. എൻ്റെ പഴയ ചെറുപ്പത്തിലുള്ളൊരു കൂളിംഗ് ഗ്ലാസ്, പിന്നെ അതല്ലാണ്ട് ഞാനൊരു 10-14 വർഷം ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസ്. അപ്പോൾ പണ്ടത്തെ മോഹിനിയാട്ടത്തിൻ്റെ വളയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നാരങ്ങച്ചെടി കണ്ടത്. നാരങ്ങച്ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്ത് പിടിച്ച പോലെ കൊലിക്കാന്ന് നമ്മളൊരു ഡയലോഗ് അടിക്കും, അതേപോലെയാണ്. രാവിലെയൊക്കെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ മുറ്റത്തൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ പെറുക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. അയ്യോ നാരങ്ങയൊക്കെ വീണ് കിടക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടിച്ചാടി എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഒന്ന് വീണ് കിടന്നാൽ പോലും ആൾക്കാർ തിരിഞ്ഞു നോക്കില്ല, അമ്മാതിരി അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ആയിട്ടായിരുന്നു ഈ ലവ് ബേർഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലൊരു തത്ത ഉണ്ടായിരുന്നു. ആ തത്ത പറന്നുപോയി. അപ്പോൾ പട്ടുവിന് ആ തത്തേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അമ്മ വിഷമം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലവ് ബേർഡ്സ് വാങ്ങിച്ചതാണ്. പിന്നെ ഓൾറെഡി ഉള്ളിൽ ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടായിരുന്നു. പലതും കേട് വരണ പരുവമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നാരങ്ങയൊക്കെ കിട്ടിയതല്ലേ, ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാം. ഒരു ദിവസം ഒരു ഗ്ലാസ് പോലും വെള്ളം കുടിക്കാത്ത ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അജി എനിക്കൊരു 2 വർഷം മുമ്പ് വാങ്ങി തന്ന കുപ്പിയായിരുന്നു ഇത്. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ നല്ല കുട്ടിയാവണം, എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ആവേശം വരുന്ന ദിവസമായിരിക്കും ഞാൻ ഇതെടുത്തുകൊണ്ട് വന്നിട്ട് വെള്ളമൊക്കെ ആക്കി വെക്കണത്. അപ്പോൾ അന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചോക്ലേറ്റ് ഓട്സ് പാൻ കേക്ക് ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോറ്, പിന്നെ നമ്മൾ കോമൺ ആയിട്ട് വീട്ടിൽ നല്ല സാധനം എന്ന് പറഞ്ഞിട്ട് കഴിക്കില്ലേ, അങ്ങനത്തെ ഒരു നല്ല സാധനവും എനിക്ക് ഇറങ്ങാറില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ ദിവസം ഞാൻ ഈ ഒരു പാൻ കേക്ക് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ മൈദ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും. ഇത് കുറച്ചുകൂടെ ഹെൽത്തി ആയിക്കോട്ടെ കൊണ്ട് ഓട്സ് പൊടിച്ചതൊക്കെ ആയിരുന്നു ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്ലേറ്റിലൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കാണാനൊരു എസ്തെറ്റിക്സ് നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ടൊക്കെ കഴിക്കാറ്. എപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കുക്ക് ചെയ്ത് കഴിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ് കാണാനൊരു ഭംഗി വേണം. അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഇതുപോലത്തെ പാൻ കേക്ക്സ് അല്ലെങ്കിൽ ഇങ്ങനെ വെസ്റ്റേൺ കൾച്ചറിൽ വരുന്ന ഫുഡ്സൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സാധനമൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഓട്സൊക്കെ ആയതുകൊണ്ട് നന്നാവുമോ എന്നൊരിതുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഈ വോയിസ് ഓവർ ഞാൻ പുതിയതായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ നോക്കി വോയിസ് ഓവർ ചെയ്യുക. പിന്നെ അതിനുശേഷം ഞാൻ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പഴയ പോലെ ഇപ്പോഴൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. കാരണം കുറേ കമൻസ് വരാറുള്ളതുകൊണ്ട് ആദ്യത്തെ 10 എണ്ണത്തിന് നമ്മൾ റിപ്ലൈ കൊടുക്കും. പിന്നെ ഫോൺ ഓഫ് ചെയ്ത് വീണ്ടും എടുക്കുമ്പോൾ പുതിയ 10 എണ്ണമായിരിക്കും കിടക്കുക. അപ്പോൾ താഴെയുള്ള കമൻസിനൊക്കെ നമുക്ക് അധികം റിപ്ലൈ അയക്കാൻ പറ്റാറില്ല. എന്തായാലും പിന്നെ ഒരു സിനിമയൊക്കെ കണ്ടിരുന്നു. എന്തായാലും ആ ഒരു ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും പ്രൊഡക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴാണ് സമയം കണ്ടത്. ടൈം 1 മണിയായിരുന്നു ഗൈസ്. 1 മണി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ദിവസം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ഒരു 10-10:30ക്കൊക്കെയാണ്. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. അതൊക്കെ കൊണ്ട് കഴുകി വെച്ച് താഴെ നോക്കി കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ടയെ എടുത്ത് കഴിച്ചു. പിന്നെ നമ്മൾ ഈ മുട്ടയൊക്കെ കഴിക്കുന്ന സമയത്ത് ഞാൻ മഞ്ഞ ഭാഗം കഴിക്കാറില്ല, വെള്ള മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ആ ദിവസത്തെ പ്രധാന ജോലി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. എല്ലാവരും റൂം ടൂർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമല്ലോ, ഇതൊക്കെയാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. അന്നും ഇങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇനി ഈ പരിവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് സ്പീക്കർ എടുക്കുക, കുത്തുക, പാട്ട് വയ്ക്കുക. ഐഫോൺ എടുത്ത സമയത്ത് ഞാനും അജിയും കൂടെ ഒരുമിച്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഐഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ കുറേ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊഡക്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കിട്ടിയ ഒരു സ്പീക്കറായിരുന്നു ഇത്. അത് ഞാൻ അങ്ങനെ അടിച്ചു മാറ്റി. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡെലിവറി വന്നു. ഡെലിവറി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൈപോഡായിരുന്നു. ഞാൻ അത്രയും കാലം ഫ്ലെക്സിബിൾ സ്റ്റാൻഡ് വെച്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഈ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഏറ്റവും അടിപൊളി സാധനം എന്ന് പറയുന്നത് ട്രൈപോഡാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ട്രൈപോഡായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല സാധനമാണ്. ആ ഒരു ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ സംഭവം എന്ന് പോലും നേരെ അറിയില്ല. മീൻസ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം അറിയില്ലായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1-1.5 മാസമായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഇതിലാണെങ്കിൽ ഒരു 5-6 നോബ് ഉണ്ടായിരുന്നു. അത് എങ്ങോട്ട് എങ്ങനെ തിരിക്കണം എന്നറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ കൈയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ തുടങ്ങി. ഞാൻ എപ്പോഴും ടൈമറൊക്കെ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുക. കാരണം ഞാൻ വെറുതെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ കുറേ സമയം എടുത്ത് കിട്ടിയ സാധനങ്ങൾക്കൊക്കെ ഡിസ്ട്രാക്റ്റായി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ക്ലീൻ ചെയ്യാറുള്ളത്. ടൈമർ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ടൈമർ നോക്കുന്ന സമയത്ത് ഒരു മനസ്സുഖമാണല്ലോ.
അതെ ഗൈസ്, അങ്ങനത്തെ പല പട്ടി ഷോകളും ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ കാണേണ്ടി വരും. സാധാരണ ആരും കാണില്ല, ഞാൻ തന്നെയായിരിക്കും കാണാറുള്ളത്. ഇപ്പം നിങ്ങളുണ്ടല്ലോ കാണാനായിട്ട്. എന്തായാലും പാട്ടൊക്കെ വെച്ച് തുള്ളി കളിച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറുള്ളത്. കാരണം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലീൻ ചെയ്യാനായിട്ട്. എനിക്കാണെങ്കിൽ ഈ ഒരു ടീനേജ് ഡ്രീം എന്ന് പറയുന്ന പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റായിട്ട് ഈ പാട്ട് കേട്ടത്. ആ ഒരു ടൈം മുതൽ ഡെയിലി ഞാനൊരു 10 തവണയെങ്കിലും കേൾക്കും. പിന്നെ ഈ ഒരു സാധനം അറിയോ, ഫിഡ്ജറ്റ് സ്പിന്നർ? ഇപ്പോൾ അറിയോ എന്നൊന്നും ചോദിക്കാനില്ല, പണ്ട് ഭയങ്കര ട്രെൻഡായിരുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ അമ്മയുടെ കാല് പിടിച്ച് കരിഞ്ഞ് വാങ്ങിച്ചൊരു സ്പിന്നറായിരുന്നു അത്. പിന്നെ തറയൊക്കെ തുടച്ചു, അറിയാലോ. പിന്നെ നമ്മുടെ തറയിൽ മൊത്തം മറ്റേ സെല്ലോ ടേപ്പും അതും ഇതൊക്കെ പിടിച്ച് കിടന്ന് ഭയങ്കര ഇതായിരുന്നു. എന്തായാലും ബാക്കി 5 മിനിറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു നമുക്ക് വൈകുന്നേരത്തെ ക്രാഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർമ്മയുണ്ട്, ഒരു മിനി ക്ലിയർ എന്താണ് എന്തോ ഒരു സാധനമായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ എന്ത് പേരിട്ടെന്ന് ഞാൻ ഉണ്ടാക്കുന്ന പല പല സാധനങ്ങൾക്കും ഞാൻ തന്നെ പ്രത്യേക പേരൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. അതുകൊണ്ടാണ് എന്ത് പേരാന്ന് എനിക്ക് ഇതുവരെ കിട്ടാത്തത്. ആ ഒരു ദിവസമായിരുന്നു നമ്മുടെ ഗീവ് അവേ ഓർമ്മയുണ്ടോ, 100K ഗീവ് അവേ. അതിന് വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്നേ വരെ ഇട്ട് നോക്കാത്ത 2 ഡ്രസ്സായിരുന്നു. ഞാൻ എല്ലാ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വൈകുന്നേരം 5-5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് പോണതിന് മുമ്പേ വീഡിയോ എടുക്കണമല്ലോ. സ്റ്റെപ്പ് കയറുമ്പോഴായിരുന്നെങ്കിൽ വെയിലങ്ങോട്ട് മുഖത്ത് അടിച്ച് കയറുമായിരുന്നു. പിന്നെ കുറച്ച് കോപ്പറായൊക്കെ കാണിച്ച് സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങോട്ട് നമ്മൾ ഇട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഇതാണ്. ഇതെങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കണ്ട. കാരണം ഈ ഷർട്ട് ഞാൻ പണ്ടെപ്പോഴും ഇട്ടതാണ്, പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല. ഈ സ്കേർട്ടാണെങ്കിൽ ആ ഒരു ടൈമിൽ ഞാൻ വാങ്ങിച്ചിട്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് ഇട്ട സമയത്ത് ഈ സ്കേർട്ടായിരുന്നു ഇട്ടിട്ട് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പട്ടിഷോ ഒക്കെ കാണിച്ച് എനിക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് വയ്യായിരുന്നു. കാരണം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ 100K ഗീവ് അവേ അറിയാമല്ലോ. ഇതിപ്പോൾ ആ ടൈമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷായിട്ട് കാണിക്കുന്ന ഐറ്റംസാണ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഫോണിൽ വലിയ കാര്യത്തിൽ ഞാൻ ഈ ടൈപ്പ് ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അത് പറയണം ഇത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മീൻസ് എൻഡ് ഡേറ്റ് എപ്പോഴാണ് നിർത്തുക, ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ പറയുന്ന കാര്യംസൊക്കെ ഈ ഗിവ് അവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യംസാണ്. പക്ഷേ അന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ വോയിസ് ഉണ്ട്. ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മുടെ ആ ഒരു വോയിസ് പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യാല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 100K ഗിവ് അവേയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ഈ ഒരു ബാഗായിരുന്നു. പിന്നെ നമുക്ക് ഈ ഓർഗനൈസറും ക്ലോക്കും ലാമ്പും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഗിവ് അവേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആ ഒരു ദിവസം ഇനി എന്തൊക്കെ ചെയ്യണം, അതായത് തംബ്നെയിലിന് ഫോട്ടോ എടുത്തിട്ടില്ല, പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികം, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എനിക്ക് വലിയ റുട്ടീനും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ. ഈ ഒരു ടൈമിലായിരുന്നു ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ബാക്കി കാര്യങ്ങളൊന്നും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. താഴെ പോയി കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ 3-4 പഴംപൊരി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കഴിച്ചപ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ ഇതേപോലത്തെ പൊട്ടറ്റോ ബൈറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, സ്വീറ്റ് കോൺ, അങ്ങനത്തെ പ്രോസസ്ഡ് സാധനം, അതായത് നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന എല്ലാ സാധനവും എൻ്റെ ഫ്രിഡ്ജിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സാധനം കുറച്ച് വറുത്ത് കഴിച്ചു. ശരി ഗൈസ്, നമുക്ക് ആ വറുത്ത് കുറത്ത് എന്നുള്ള ടോക്ക് വിടാം. അപ്പോൾ ആ സാധനമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് ഈ വീഡിയോ ക്ലിപ്പൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനൊരു കുക്കിംഗ് സിംഹമാണ് എന്നുള്ളതൊക്കെ. കാരണം ഈ സാധനം മറിച്ചിടുമ്പോൾ തന്നെ അറിയാം എൻ്റെ കുക്കിംഗ് സ്കിൽസ് ഏതുവരെ വരുന്നുണ്ട് എന്നുള്ളത്. കണ്ടല്ലോ അപ്പുറത്ത് ചാടിപ്പോയ സാധനമൊക്കെ. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊന്നും ആരും പരാതിയൊന്നും പറയാറില്ല. എന്തായാലും വിൻ ഈസ് എ വിൻ, നമുക്കാണല്ലോ ആ വിൻ. എന്തായാലും ആ സാധനമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോയിസ് ഓവർ ചെയ്യുന്ന പരിപാടി വലിയൊരു സംഭവം പ്രത്യേകിച്ച് ഈ കുറേ കാലം കഴിഞ്ഞിട്ട് ചെയ്യുന്ന. ആദ്യം കുറച്ച് ഭംഗിക്കും എസ്തറ്റിക്സിനൊക്കെ നോക്കിയിട്ട് ഞാൻ ആ പ്ലേറ്റിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമുക്ക് ആലോചിച്ചത് നമ്മുടെ പഴംപൊരിയും കൂടെ അതിൻ്റെ ഇടയിൽ കയറ്റേണ്ടതെന്ന്. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലോട്ടാക്കി ആ സാധനമൊക്കെ അങ്ങോട്ട് കഴിക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ദിവസം ഇട്ട ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ക്രിസ്മസ് വൈബൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രയും സാധനമൊക്കെ കാണുമ്പോൾ പൊതുവേ നമ്മൾ വിചാരിക്കും വീട്ടിലെല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒറ്റ സാധനവും ആർക്കും കൊടുക്കാറില്ല. പ്രത്യേകിച്ച് അങ്ങനെ ആരും വേണമെന്ന് പറയാറുമില്ല. അതാണ് ഏറ്റവും വലിയ
ഒരു ബെനിഫിറ്റ് എന്ന് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ദിവസമാണെങ്കിൽ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിരുന്നു. നോർമലി നമ്മൾ പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫോൺ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ നമുക്കൊരു ഗിൽട്ട് അടിക്കും. നമുക്കിങ്ങനെ അയ്യോ ഇന്ന് നമ്മളൊന്നും ചെയ്തില്ല അങ്ങനെ ഇങ്ങനെ. അതേ സമയത്ത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രൊഡക്റ്റീവായിരുന്നു ഫോൺ നോക്കാതിരുന്നിട്ട് വൈകുന്നേരം നമ്മൾ ഫോൺ നോക്കുമ്പോൾ മനസ്സിലൊരു പ്രൗഡ് ഫീലായിരിക്കും. ഓക്കെ നമ്മളിപ്പോഴാണ് ഫോൺ നോക്കുന്നത് എന്നൊക്കെ. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല, എന്തായാലും ഒരു നല്ലൊരു ഫീലാണത്. പിന്നെ അതിനുശേഷം രാത്രി കഞ്ഞിയായിരുന്നു. എനിക്ക് അതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയില്ലല്ലോ, അപ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ ക്ഷീണം ഉള്ളത് കാരണം വേറൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ഞാൻ കഞ്ഞിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴല്ല ഡെയിലിയും കഞ്ഞി തന്നെയായിരിക്കും, കാരണം ഡാഡിക്കൊക്കെ കഞ്ഞി തന്നെ വേണം. അപ്പോൾ ആ ദിവസം പിന്നെ എന്തായിരുന്നു കറി? എൻ്റെ ഓർമ്മയിൽ വഴുതനങ്ങയായിരുന്നു കറി എന്നാണ്. നോക്കട്ടെ, അതെ ഗൈസ്, വഴുതനങ്ങയായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. വഴുതനങ്ങയും ഇച്ചിരി അച്ചാറും ഒക്കെ ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡാഡിക്കൊരു നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അതും കലക്കി കൊടുത്തു. പിന്നെ ഈ ദിവസത്തെ മെയിൻ അജണ്ട രാത്രിയുള്ളത് സിനിമ കാണണം എന്നായിരുന്നു. ഗോട്ടായിരുന്നു ഞാൻ കണ്ടത്. ആ ദിവസം എനിക്കറിയില്ലായിരുന്നു ഗോട്ട് എന്ത് സിനിമയാണെന്ന്. വിജയ് ഫാൻസൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും സത്യമായിട്ടും ഗൈസ് ഗോട്ട് കൊള്ളില്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കൊടുത്ത ആ 2-3 മണിക്കൂർ എനിക്ക് തിരിച്ച് വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫോണിൽ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എപ്പോഴും ഫോണിൽ തന്നെ കാണാറുള്ളത്. പക്ഷെ എനിക്ക് ചില സമയത്തൊക്കെ ലാപ്ടോപ്പിൽ വലിയ സ്ക്രീനൊക്കെ വെച്ച് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് അത് ലാപ്ടോപ്പിലേക്ക് ആക്കിയിട്ടൊക്കെ ആയിരുന്നു കാണാതിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് നമ്മുടെ ഗീവ് അവേ സാധനമൊക്കെ എടുത്ത് വെക്കണമല്ലോ, കാരണം നമ്മുടെ സ്വന്തം സാധനമാണെങ്കിൽ നശിപ്പിച്ച് കളയുമ്പോൾ കുഴപ്പമില്ല, നമ്മുടെ കയ്യിലിരിപ്പാണെന്നെങ്കിലും പറയാം. പക്ഷേ ഈ കൊടുക്കേണ്ട സാധനം കേടായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പുതിയ സാധനം വാങ്ങുക എന്നല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. പിന്നെ ഈ സ്കെച്ചൊക്കെ ഇട്ട് വെച്ചിരിക്കണം കണ്ടിട്ട് ഞാൻ ഉപയോഗിച്ചു എന്നൊന്നും ആരും വിചാരിക്കരുത് ഗൈസ്, ഞാൻ ഡെമോ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. എന്തായാലും ആ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി കഞ്ഞി കുടിച്ച് ഗോട്ടും കണ്ട് നമ്മുടെ ദിവസം അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക.